Alhamdulillah Rabbil Alameen. Wassalatu wassalamu ala Rasulil Ameen wa ala alihi wa sahbihi ajma'een. In uridu illa lis-sulaha mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എവിടെ എത്തിയത്? നമ്മൾ 99 എടുത്തു, പിന്നെ 100 എടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ആയത്തില് പറയുക, വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചവരെ ദൈവമാർഗത്തിൽ നിന്ന് തടയുന്നത്? അതാണ് നേർവഴിയെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കെ നിങ്ങൾ എന്തിനത് വികലമാക്കാൻ ശ്രമിക്കുന്നു? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. വേദക്കാരോടുള്ള അഭിസംബോധനയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇൻ തുതിഉ, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ഫരീഖൻ, ഒരു വിഭാഗത്തെ, മിനല്ലദീന ഊതുൽ കിതാബ്, അൽ കിതാബ് നൽകപ്പെട്ട, വേദം നൽകപ്പെട്ടവരിൽ നിന്ന്, യുറുദ്ദൂക്കും, അവർ നിങ്ങളെ മടക്കും, ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം, കാഫിരീൻ, നിഷേധികളായി. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, വേദം ലഭിച്ചവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങളെ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് അവർ മാറ്റും. ഇത് ആ കാലത്തേക്ക് മാത്രം ബാധകമായ ഒരു സംഗതിയല്ല. ചിലപ്പോൾ തോന്നും ഇപ്പോഴാണ് കൂടുതൽ ഇത്. അതായത് മൊത്തം വേദക്കാരെ കുറിച്ച് പറയുന്നില്ല, വേദക്കാരായ മുഴുവൻ ആളുകളെ കുറിച്ചും പറയുന്നില്ല. ഫരീഖൻ എന്നാണ്, അതിൽ നിന്ന് ഒരു വിഭാഗം, വേദക്കാരിൽ ഒരു വിഭാഗം ആൾക്കാരെ നിങ്ങൾ അനുസരിച്ചാൽ, അപ്പോ വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറ്റാനും പിഴപ്പിക്കാനും അതേപോലെ തന്നെ
അത് വികലമാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടല്ല അതൊന്നും ചെയ്യാം. അങ്ങനെ ചെയ്ത ആരെങ്കിലും കിട്ടുമോ? അങ്ങനെ പ്രഖ്യാപിച്ചാൽ ആരെങ്കിലും കിട്ടുമോ? വരി, നമുക്കെല്ലാവർക്കും തോന്നിയാസം കളിക്കാം. അങ്ങനെ ആരും പറയില്ലല്ലോ. കളിക്കുന്ന തോന്നിയാസത്തെ എന്താ ചെയ്യാം? കലയായും സാഹിത്യമായും ഒക്കെ അങ്ങ് അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് എന്തായി മാറും? ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറും. ഉദ്ദേശം നേർവഴിയിൽ നിന്ന് തെറ്റിക്കുക എന്നുള്ളതാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് ഒരു നേർമാർഗമാണ്. ആ നേർമാർഗത്തിൽ നിന്ന് വലിച്ചു താഴെ ഇടാനാണ് ശ്രമിക്കുക. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ആകർഷകമായ കാര്യങ്ങളിൽ പൊതിഞ്ഞുകൊണ്ട് ആണ് അത് ചെയ്യുക. അപ്പൊ അതിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കുഫ്ർ എന്ന് പറഞ്ഞാൽ നിഷേധമാണല്ലോ. കാഫറായി പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധിയായി പോവുക എന്നല്ല. അപ്പൊ അതിൽ ഏറ്റവും വലിയ ഇർത്തിദാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മുർത്തദ്ദാവുക എന്ന് പറയില്ല, മുർത്തദ്ദാവുക. മലയാളത്തിലെ രസമുള്ളൊരു പദമാണ് അതിന് മലയാളത്തിൽ അർത്ഥം പറയല്. എന്താണ് അർത്ഥം പറയല്? മുർത്തദ്ദിന് മതപരിത്യാഗം എന്നാണ്. വല്ലാത്തൊരു ത്യാഗമായിട്ടാണ് തോന്നുന്നത്. മതം വെടിയുക, മതം ഒഴിവാക്കുക, ഉപേക്ഷിക്കുക, മുർത്തദ്ദാവുക, റദ്ദാവുക. ഇവിടെ കണ്ടില്ലേ, എന്നോട് പറഞ്ഞത് എന്താണ്? എന്താവുന്നാണ് പറഞ്ഞത്? യറുദ്ദൂകും ബഅദ ഈമാനിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇത് സംഭവിക്കുന്നത് കൾച്ചറൽ ഇർത്തിദാദാണ്. എന്താണ് കൾച്ചറൽ ഇർത്തിദാദ്? മതം എന്ന് പറയുന്നതിൻ്റെ കോലവും അതിൻ്റെ ഒരു പൊതുവായ രൂപവും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ എന്ത് സംഭവിക്കും? സാംസ്കാരികമായിട്ടുള്ള മതപരിത്യാഗം, അങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ കൂട്ടർ എങ്ങനെയാണ് നമ്മളെ പഴപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവര് നമ്മളോട് വന്നിട്ട് പറയാണ്, നിങ്ങൾ അല്ലല്ല എന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയില്ല. അതെങ്ങനെ പറയാന്ന് ചോദിക്കും. മാത്രമല്ല ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ, പിന്നെ എന്തായി, പിന്നെ വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? പക്ഷെ അതേസമയം അവര് നമ്മളെ ചെയ്യുന്ന പണി എന്താന്ന് ചോദിച്ചാൽ, സാംസ്കാരികമായിട്ട് നമ്മളെ എന്ത് ചെയ്യാണ്? മാറ്റാനുള്ള ശ്രമമാണ് നടത്തുക. ലോകതലത്തിൽ തന്നെ ഉള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് അതിലൊരു നല്ലൊരളവോളം അവർ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും മതം ഇപ്പൊ യഥാർത്ഥത്തില് മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇനി ഷഹാദത്ത് എല്ലിയിട്ട് തിരിച്ചു വരേണ്ട ഒരു കോലത്തിലാണല്ലോ. ഇത്ര കടുപ്പത്തിലൊക്കെ പറയണമെന്ന് വെച്ചിട്ട് ബേജാറായിട്ട് കാര്യമില്ല. നമ്മുടെ മതം എന്താണ്? അപ്പൊ നമ്മുടെ മതം എന്താന്ന് വെച്ചാൽ, ഓരോരുത്തർ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു വർത്താനാണ്. എല്ലാവർക്കും ഒരൊറ്റ മതമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ മതത്തിന്റെ ഒന്ന് രണ്ട് മുദ്രാവാക്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽപ്പെട്ട ഒന്നാണ് പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അതുപോലെ ഒരു മുദ്രാവാക്യം. അതിനല്ലേ നമ്മളെ മുദ്രാവാക്യം. കൊന്നാൽ പാപം തിന്നാൽ തീരും. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന് പറഞ്ഞാൽ, കുറെ നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പൊക്കെ നടത്തിയാലും, നിങ്ങൾ കുറച്ച് ദാനം ചെയ്താല്, സദക്ക ചെയ്താല്, സക്കാത്ത് കൊടുത്താല്, നിങ്ങൾ ഈ പൈസ കള്ളക്കടത്തിൽ ഉണ്ടാക്കിയതാണോ എന്നൊന്നും ആരും ചോദിക്കാൻ വരില്ല. നിങ്ങൾ VIP ആയിട്ട് അറിയപ്പെടും. വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. കാരണം യത്തീംഖാനക്ക് ഇത്ര തന്നു, മഹല്ലിന് ഇത്ര തന്നു, പള്ളിക്ക് കാണുന്ന 4 തൂണുണ്ടായി തന്ന മൂപ്പരെന്നെയാണ് എന്നൊക്കെ പറയും. അയാൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഒരാൾ പറയുകയാണെങ്കിൽ 4 മക്കളുണ്ട്, 3 എണ്ണവും സാമർഥ്യമുള്ളവല്ല, 1 പൂതലായിപ്പോയി. എന്താ പൂതലായിപ്പോയത്?
ഓൻ്റെ അടുത്ത് പൈസ ഇല്ല, മറ്റൊരു സാമർഥ്യമുള്ളവരാണ്. അപ്പൊ ഈ സാമർഥ്യമുള്ള ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വശറഫുഹും മതാഉഹും. അവരുടെ കൂട്ടത്തിൽ ഷറഫാക്കപ്പെട്ടവർ ആരാണെന്ന് ചോദിച്ചാൽ മതാ ഉള്ളവരാണ്, വിഭവങ്ങൾ ഉള്ളവരാണ്. അതാണ് VIP എന്ന് പറയുമ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. VIP വെരി വെരി. ഇങ്ങനത്തെ വി ഇവിടെ ചേർക്കാൻ പറ്റുമോ അത്രയും ചേരൂ. എന്തായാൽ മതി? മതാ, വിഭവങ്ങൾ അധികരിച്ചാൽ. ഇങ്ങനെയുള്ള ഒരു മതം ഇവിടെ മറ്റ് ജാതി സമുദായ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലാഭം കിട്ടുന്നതൊക്കെ ഹലാലും നഷ്ടം പറ്റുന്നതൊക്കെ ഹറാമുമായി തീരും. പണം ഉണ്ടാക്കാൻ കഴിയുന്നവൻ സമർത്ഥനും അല്ലാത്തവൻ പോയത്തക്കാരനുമായി തീരും. അപ്പൊ മക്കളോടൊരാവശ്യം പറഞ്ഞിട്ട് 3 ആളും കൊണ്ടുവന്നു, ഒരുത്തം കൊണ്ടുവന്നില്ല. 3 ആളും കൊണ്ടുവന്നു, ഒരുത്തം കൊണ്ടുവന്നില്ല. അപ്പൊ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? ഹലാലായ മാർഗത്തിലേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നതുകൊണ്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കപ്പെടേണ്ടത് അവനായിരുന്നു. പക്ഷേ കട്ടിട്ടായാലും പിടിച്ചടച്ചിട്ടായാലും വേണ്ടില്ല, ഞാൻ ഓൻ പറഞ്ഞ പോലെ ചെയ്യും. അതൊരു യോഗ്യതയായിട്ട്. വീട്ടിൽ കൂടലിന്റെ ഫ്രിഡ്ജ് ആണെന്ന് പറഞ്ഞപ്പോ ഓക്കെ, എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ പലിശക്കാണ്. അപ്പോ മറ്റവന് ഫ്രിഡ്ജിൽ വെക്കാനുള്ളൊരു കുപ്പിയെ കൊണ്ടുവന്നേയുള്ളൂ. അതുകൊണ്ട് ഇഷ്ടതയുള്ളൂ. അപ്പൊ ഇത് നമുക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യം, സംഭവിക്കാനിരിക്കുന്ന കാര്യമല്ല, സംഭവിച്ചു കഴിഞ്ഞ കാര്യം. ഇതൊരു കൾച്ചറൽ ഇർത്തിദാദ. ബഹുമാനിക്കപ്പെടുക ആദ്യം. നിങ്ങൾ കണ്ടില്ലേ കല്യാണപ്പേരിൽ ചില കസാരക്ക് കുപ്പായിടുന്നത്? എല്ലാ കസാരക്കും കുപ്പായം ഉണ്ടാവില്ല, ചില കസാരക്ക് കുപ്പായം ഉണ്ടാവും. ഇട്ട കുപ്പായത്തിന്റെ ഓർമ്മ കസാരക്കും കുപ്പായം. അവിടെ ആരെ ഇരുത്തുക? അവിടെ പ്രായം നോക്കിയാണോ, ഇൽമ് നോക്കിയാണോ, വേറെ എന്തെങ്കിലും നോക്കി, നമ്മൾ ശരിക്കും ബഹുമാനിക്കേണ്ട എന്തെങ്കിലും നോക്കിയിട്ടാണോ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളാരെങ്കിലും കുറ്റാണോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു ചർച്ചയാണ്. നിലവിൽ സംഭവിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വീക്ഷണമായിട്ട് ലോകത്തെ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബോധമാണ്. ഖുർആനിൽ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഇത് ഏടം വരെ ഉണ്ടാവും ഓന്റെ ഈ ചിന്ത എന്ന് ചോദിച്ചാൽ ഖബറിലെത്തുന്നതിന്റെ തലേന്ന് വരെ മൂപ്പർക്ക് ഇത് തന്നെ ആയിരിക്കും ചിന്ത. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാലൻസ് നോക്കുക, പിന്നെയും ബാലൻസ് നോക്കുക, പിന്നെയും ബാലൻസ് നോക്കുക എൻ്റെ പണിയാണ്. അപ്പൊ ആ ബാലൻസ് കുറഞ്ഞു പോകുന്നത് അവനിൽ ഉണ്ടല്ലോ, എൻ്റെ ഇറച്ചിമൊന്ന് നുള്ളിയും കൊടുക്കണ മാതിരിയാണ് എന്ന് വരും. അപ്പൊ ഇത് പ്രിയമുള്ളവരെ നമ്മൾ വളരെയധികം കരുതേണ്ട ഒരു കാര്യമാണ്. അപ്പോ എങ്ങനെയാണ് അവരെ നമ്മൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ആരാധനകളിലായിരിക്കുകയില്ല. കാരണം അത് പ്രത്യക്ഷത്തിൽ തന്നെ മതത്തിന്റെ ചില അടയാളങ്ങളും ചിഹ്നങ്ങളുമാണ്. പക്ഷേ മതം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു എസൻസ്, അതങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോ ഇവിടെയുള്ള എല്ലാ മതക്കാരെയും കൊണ്ടുപോകുന്ന എഞ്ചിൻ ആ ഒരു എഞ്ചിനാണ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊളുത്തി കൊടുക്കുകയാണ്. ഹിന്ദുവിൻ്റെ ഒരു കമ്പാർട്ട്മെന്റ്, മുസ്ലിമിൻ്റെ ഒരു ബോഗി, അല്ലേ, ക്രിസ്ത്യാനിന്റെ വേറൊന്ന്, ഇങ്ങനെ കൊളുത്തി ഓരോരുത്തരും അവനവന്റെ മതത്തിൽ വളരെ എന്താണെന്ന് വെച്ചാൽ സജീവമാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ സീറ്റ് ഇട്ടാൻ തല്ല് വേറെ. ഏത് ഈ ബോഗി നിങ്ങളൊരു തീവണ്ടി പോലെ കണ്ടോക്ക്. മുസ്ലിമിന്റെ കമ്പാർട്ട്മെന്റിൽ തല്ലാണ്. എന്താ വെച്ചാൽ ആരൊക്കെയാണ് മേലത്തെ സീറ്റ്, ആർക്കാ താഴത്തെ സീറ്റ് ഉള്ള തല്ലാണ്. അവർക്ക് ആകെ ആ ഒരു പ്രശ്നമാണ്. അപ്പുറത്ത് ഹിന്ദുവിന്റെ ബോഗിയിൽ ഇത് തന്നെയാണ് പ്രശ്നം. നായരും തീയരും നമ്പൂരും തമ്മിലുള്ള പോരാട്ടമാണ്. ക്രിസ്ത്യാനിന്റെ അപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങോട്ടാ തിരിഞ്ഞിക്കണ്ടേന്ന് വെച്ചാൽ അടിയാണ്.
എന്നിട്ട് പക്ഷേ ഇവരെല്ലാരും തല്ലുന്ന ഈ ബോഗിയൊക്കെ കൊളുത്തി കൊളുത്തി മുന്നിലുള്ള എഞ്ചിൻ നയിക്കുന്നത് എല്ലാരും ഒരേ സ്ഥലത്തേക്കല്ലേ. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് മുതലാളിത്താണ്. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ തോട്ടക്കാരനുണ്ട്, അന അക്സറു മിൻക മാലൻ വഅഅ്സു നഫറ, എനിക്കാണ് സമ്പത്തും സ്വാധീനവും കൂടുതലുള്ളത്. അപ്പൊ ഈ ഒരവസ്ഥ ഏതൊരു കാര്യത്തെയും നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക, ലാഭം കിട്ടൂല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇന്ന് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. റഷ്യ ആ വഴിയിലാണ്, ചൈന ആ വഴിയിലാണ്, നമ്മളെ രാജ്യവും ആ വഴിയിലാണ്. ഇതിന് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇതിനെതിരായി നിലവിൽ വന്നവരും രൂപം കൊണ്ടവരുമായിരുന്നു എന്നതുകൊണ്ടാണ്. എല്ലാവരും ഒരേ വഴിയിലാണ്. ഇപ്പൊ നമ്മളെല്ലാവരും അതേ വഴിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഹിന്ദുവിന്റെ വീടും മുസ്ലിമിന്റെ വീടും ക്രിസ്ത്യാനിന്റെ വീടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്നിന്റെ മുകളിൽ ഒരു ഓം എന്നുള്ള ചിഹ്നയും മറ്റേതിന്റെ മുകളിൽ ചന്ദ്രക്കല ഉണ്ടാവും എന്നല്ലാതെ വീടുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, വണ്ടി വാങ്ങുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എല്ലാ സ്വത്ത് വാങ്ങുന്നതിനുള്ള കാഴ്ചപ്പാട്, പാർട്ട്ണർഷിപ്പിലുള്ള കാഴ്ചപ്പാട്, എന്താ വ്യത്യാസം? അവിടങ്ങളിലെല്ലാം ഉള്ളത് ഈ ഷറഫുഹും മതാഉഹും വഹിമ്മത്തുഹും ബുതൂനുഹും വഖിബലത്തുഹും നിസാഉഹും. അവരുടെ ആകപ്പാടെ കാര്യം പള്ള എന്നുള്ളതായിരിക്കും. അവരുടെ ഖിബല കഅബല്ല, അവരുടെ ഖിബല പെണ്ണായിരിക്കും. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നല്ല ജാഗ്രത നിങ്ങൾക്ക് വേണം. അല്ലദീന ആമനൂ ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ് യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. അവർ നിങ്ങളെ മുർത്തദ്ദാക്കി കളയും, ഈമാനിൽ നിന്ന് കുഫറിലേക്ക്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, വകൈഫ തക്ഫുറൂൻ, എങ്ങനെ നിങ്ങൾ നിഷേധിക്കണത്? വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹ്. കേട്ടോ, നിങ്ങള് അത് നമ്മളോട് തന്നെ ഉറപ്പായി. വഅൻതും നിങ്ങളാകുന്നു, തുത്ലാ അലൈക്കും ഓതി കേൾപ്പിക്കുന്നു, ആയാത്തുല്ലാഹ് അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ ഓതി കേൾപ്പിക്കുന്നു. വഫീക്കും നിങ്ങളിൽ ഉണ്ട്, എന്താണുള്ളത്? റസൂലുഹു, റസൂലുണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ കിതാബും ഒക്കെ ഉണ്ട്, ഹദീസും ഉണ്ട്, എല്ലാം ഉണ്ട്. വമൻ യഅ്തസിം ബില്ലാഹ്, ആർ അല്ലാഹുവെ മുറുകെ പിടിക്കുന്നുവോ, ആർ അല്ലാഹുവെ മുറുകെ പിടിക്കുന്നുവോ, ഫഖദ് ഹുദിയ, തീർച്ചയായും അവൻ നയിക്കപ്പെട്ടിരിക്കുന്നു, ഇലാ സിറാത്തി മുസ്തഖീം, നേരായ വഴിയിലേക്ക്. അപ്പോൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹുവിന്റെ ഹിദായത്തിനെ, അള്ളാഹു അയച്ചു തന്നിട്ടുള്ള സന്മാർഗത്തെ മുറുകെ പിടിക്കുക. അത് മതി എനിക്ക് എന്ന് വിചാരിക്കുക, അതാണ് രക്ഷാമാർഗം എന്ന് ചിന്തിക്കുക, അതിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകണമെന്ന് കരുതുക. അതിൽ വരുന്ന എത്ര വലിയ ഭൗതിക നഷ്ടമുണ്ടെങ്കിലും അതിനെ നിസ്സാരമാക്കി കളയുക. ഇതാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിങ്ങളെ നയിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഭൗതികമായിട്ടുള്ള മോഹങ്ങളും ലാഭങ്ങളും എന്ന് പറയുന്നതാണല്ലോ പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യുക, തകരാറിലാക്കി കളയാം. അപ്പൊ ആ ഭൗതിക മോഹങ്ങളും ലാഭങ്ങളും തകരാറിലാക്കി കളയാതിരിക്കാൻ ഉള്ള മാർഗം എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്നതാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വകൈഫ തക്ഫുറൂൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാവുന്നത്? വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നുണ്ടല്ലോ.
അത് നമ്മൾ പഠിച്ചല്ലോ. അത് മദീനയിൽ ജൂതന്മാരായ ആളുകളും ഇടയിൽ ക്രിസ്ത്യാനികളായ ആളുകളുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന വിശ്വാസി സമൂഹമാണ്. നമ്മൾ പറഞ്ഞല്ലോ അൽ ബഖറയുടെയും ആൽ ഇംറാന്റെയും ഒക്കെ ഒരു പശ്ചാത്തലം. അപ്പൊ അവിടെ വിശ്വാസികളായ ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതെ, അത് ഏത് കാലത്തേക്കും ബാധകമായിരിക്കും. അടിസ്ഥാനപരമായി ഇതൊന്നും മാറുന്നില്ല. മനുഷ്യന്റെ നന്മ തിന്മകളോടുള്ള ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാറ്റം വരുന്നില്ല. നന്മയുള്ളവർ പണ്ടുകൊണ്ട് ഒന്നുമുണ്ട്, തിന്മയുള്ളവർ പണ്ടുകൊണ്ട് ഒന്നുമുണ്ട്. അതിന്റെ രീതികളാണ് മാറുക. പണ്ട് ഒരു കള്ളൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവുക വലിയ ഒരു കമ്പിപ്പാരൊക്കെ എടുത്ത് പോണ അല്ലേ, കരിയൊക്കെ തേച്ച് അങ്ങനത്തെ ഒരു ചിത്രം നമ്മളെ മനസ്സിൽ. ഇന്നിപ്പോ അതല്ലല്ലോ കള്ളൻ അല്ലേ. പണം മോഷ്ടിക്കുക എന്ന് പറയുമ്പോ പണ്ട് നമ്മളുടെ മനസ്സിൽ വലിയ ചാക്കിൻ്റെ അകത്ത് വാരി നിറച്ചു പോണ ഒരു കള്ളൻ. ഇന്നിപ്പോ ചാക്കും വേണ്ട, വാരി നിറക്കലൊന്നും വേണ്ട. അയാളിങ്ങനെ ഇങ്ങനെ അടിച്ചാൽ ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തി. അപ്പോ സാധനം ഒന്ന് തന്നെ മോഷ്ടിക്കുക എന്ന് പറയുന്നത്, മോഷണം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ. പക്ഷെ അതിന്റെ ഓരോന്നും പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇതൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ദൈവവചനങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ എങ്ങനെ നിഷേധികളാണ്? നിങ്ങൾക്കിടയിൽ ദൈവദൂതനുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കിടയിൽ ഹദീസും സുന്നത്തും ഒക്കെ ഉണ്ട്. ആർ അള്ളാഹുവെ മുറുകെ പിടിക്കുന്നുവോ അവൻ ഉറപ്പായും നേർവഴിയിൽ നയിക്കപ്പെടും. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ സന്മാർഗ ദർശനത്തെയും മുറുകെ പിടിച്ചാൽ അവർ നേർവഴിയിലാകും. അതിന് ആർക്ക് നേർവഴി വേണം? അത് ഇതുകൊണ്ടാണ് നമ്മുടെ അളവുകോൽ മാറുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ കൾച്ചറൽ ഇർത്തിദ അല്ലെങ്കിൽ സാംസ്കാരികമായ മതം വെടിയൽ നടന്നു കഴിഞ്ഞൊരു സംഭവമാണ്. ഇനി ഉണ്ടായിട്ട് വേണ്ട, നമ്മൾ ഉടനെ തന്നെ തിരിച്ച് വരികയാണ് വേണ്ടത്. അതിനൊരു ഷഹാദത്ത് ചൊല്ലാണ് വേണ്ടത്, അല്ലെങ്കിൽ വലിയ അബദ്ധമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യത്തിലൊക്കെ കാണിച്ചിട്ടുള്ള സൂക്ഷ്മതയും അതുപോലെ തന്നെ ജാഗ്രതയും വളരെ പ്രധാനമാണ്. ആ സമൂഹത്തിന്റെ അതുകൊണ്ടാണ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ അവർ അവരുടെ കൂട്ടത്തിലാണ്. ആരെങ്കിലും ഒരു കൂട്ടരോട് സാദൃശ്യപ്പെട്ടാൽ അവരവരുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. വേഗം മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ആകപ്പാടതല്ല കാര്യം, ആകപ്പാടതല്ല. നമ്മള് നെറ്റിന്റെ മുകളിൽ ലേശം ചന്ദനാക്കുന്നത് ഇസ്ലാമിൽ എന്താ പ്രശ്നം? ചന്ദനം ഇങ്ങനെ എന്താ ഒതെടുക്കുമ്പോ അത് കേൾക്കണമെന്നല്ലോ. ഒതു എടുത്തിട്ട് വെച്ചാലോ നിങ്ങൾ മക്കനൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു സിന്ദൂരം ഇങ്ങനെ തേച്ച് മക്കനിട്ടാ പോരെ. അത് നിങ്ങള് അതിങ്ങനെ വികസിപ്പിച്ചു നോക്ക്. നിങ്ങൾ അതിങ്ങനെ വികസിപ്പിച്ചു നോക്ക്. ഒരു സിമ്പലാണ്. കാവ്യം കൊണ്ടുകൊടുത്താൽ എന്താ കുറഞ്ഞ പൈസ കിട്ടുന്ന ഒരു നല്ല മുണ്ട് ഞാൻ പണിക്ക് മുമ്പ് അതാ കൊടുക്കല്. എന്താ ഇപ്പൊ മനസ്സിലായല്ലേ? നിലവിളക്ക് കത്തിക്കുന്നു, വിളക്കല്ലേ, എന്തായാലും വെളിച്ചല്ലേ, 100 നല്ലതല്ലേ. ഒരു കടലാസിന്റെ നക്ഷത്രം ഇങ്ങനെ തൂക്കിക്കൊണ്ട് ഇപ്പൊ എന്താ? അത് നക്ഷത്രമല്ല എന്ന് വാങ്ങിയവനും കാണുന്നവനും എനിക്കും എല്ലാവർക്കും അറിയാം. അത് പാടങ്ങനെ തൂങ്ങി കിടന്നാൽ അതിനുള്ളിൽ ഒരു ബൾബ് ഇട്ടാൻ രസം ഉണ്ടാവും. നിങ്ങൾ എന്താ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഓരോന്നിങ്ങനെ ആലോചിച്ചു. എല്ലാവരും ബൂത്തിലെത്തിക്കുമ്പോൾ ഞാൻ 2 കത്തിച്ചാൽ എന്താ?
ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, എന്താ കുഴപ്പം? നമ്മളെ മക്കൾ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോ എൻ്റെ ബൈക്കിന്റെ ബേക്കിലൊന്നും ഇരുന്ന് വെച്ചിട്ടിപ്പോ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? പെൺകുട്ടി തന്നെ, പെൺകുട്ടി ആൺകുട്ടിന്റെ ബേക്കിലിരിക്കുന്നു. ഈ എങ്ങനെ വന്ന് അത് ഓന് ഇവിടെ ഇറക്കി തന്നു? ഓനോ ആരാത്? ഓന്റെ പേര് പറയൂ. അപ്പൊ ഉമ്മക്ക് ബേജാറ്, എന്താ ഈ പറയണേ? ഞാനിപ്പോ ഓന്റെ പിന്നിലൊന്ന് ഇരുന്ന് വന്നേന്ന് ചോദിച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഞാനൊന്ന് ഷെയ്ക്കിന്റെ ചെയ്തതിന് ഇപ്പൊ എന്താ കുഴപ്പം? അതിപ്പോ മൊത്തം സെലിബ്രേഷന്റെ ഇടയിൽ ഇപ്പൊ ഞാനൊന്ന് പോന്റെ മടിയിൽ കുത്തിരിഞ്ഞു, അതിനിപ്പോ എന്തോ ആവോ? ഇത് വെറുതെ പറയല്ല. എന്താ കുഴപ്പം? എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നതിന് ഇങ്ങനെ വികസിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളെവിടേക്കാ പോണത്. മനസ്സിലായോ? എന്താ കുഴപ്പം? അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട് ഇടപഴകലിൽ. ഇസ്ലാമിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. ഈ ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ഒരു സാധനം ഉണ്ടോ അല്ലേ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഉണ്ട് എങ്കിൽ തന്നെ അവിടെ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ കൃത്യമായ അകലമുണ്ട്. ഒരു അന്യരായ ആണും പെണ്ണും ഷെയ്ക്കൻ്റെ കൊടുക്കൽ ഒരു ഇന്ത്യൻ കൾച്ചർ അല്ല അല്ലേ? ഇവിടെ ആണിനെ തന്നെ തൊടലില്ല. നമ്മളെ കൾച്ചർ ഇങ്ങനെ എന്നെ തൊടല്ലേന്നാണ് എൻ്റെ അടുത്തേക്ക് വരുമ്പോ തന്നെ തൊടുന്നതാണ്, തൊടുന്ന സ്ഥലമാണിത്. ഇത് ഞാൻ എന്നെ തന്നെ തൊടുക, പിന്നെ എങ്ങനെ പെണ്ണിനെ തൊടുന്നു? അപ്പൊ ഇന്ത്യൻ കൾച്ചർ പോലും അതല്ല. പക്ഷെ നമുക്കിടയിൽ വളരുന്ന കൾച്ചർ നേരത്തെ പറഞ്ഞവരുടേതാണ്. ആ കൾച്ചറിൽ നിന്നാണ് ചുംബന സമരം ഉണ്ടാകുന്നത് കോഴിക്കോട്, വേറെ ഏതോ സ്ഥലത്തല്ല. ഒരു ഇഷ്ടമുള്ള ഒരു ആണിനും ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഇന്ത്യ രാജ്യത്ത് നിന്നാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് പാടില്ല എന്ന് പറയലാണ് തെറ്റ്. അപ്പൊ ഉമ്മ, നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? ഏത് കാലത്താ നിങ്ങൾ ജീവിക്കുന്നത്? ഈ കാലത്ത് അങ്ങനെയാണ് ഞങ്ങള്. പ്രശ്നം ഇപ്പൊ നമ്മൾ ഇന്നലെ അവിടെ അല്ലേ, ഇന്നലെ അവിടെ ഫ്രണ്ടിന്റെ വീട്ടിൽ. ഏതാ ഫ്രണ്ട് എന്ന് വെച്ചാ ബോയ് ഗേൾ പ്രശ്നത്തിൽ ഇതൊന്നുമില്ല, യാത്ര ചെയ്യുന്നു. അതിനെ കൊണ്ടിപ്പോ എന്താ എന്ന് ചോദിക്കും. ഈ എന്താ എന്ന് ചോദിച്ചാൽ അത് ഇതാണ്, മക്കൾക്ക് ഇരുത്തി പറഞ്ഞു കൊടുക്കണം. എന്താന്ന് ചോദിക്കാന്ന് തുടങ്ങിയാൽ എവിടെ എത്തും? അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചറുണ്ട്, അത് ഓരോ വിഭാഗത്തിനുണ്ട്. ആ കൾച്ചർ നമ്മൾ പാലിക്കുക. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റുള്ളവരോട് സാദൃശ്യപ്പെട്ടാൽ അവരിൽപ്പെട്ടവരായി എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ്. ഓക്കെ, ഇനിയാണ് വർത്താനം. എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരായത്താണ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് തഖ്വ ഉള്ളവരാവുക. ഹഖ്ഖ തുഖാതിഹി, എങ്ങനെയാണോ തഖ്വ ഉണ്ടാകേണ്ടത് അങ്ങനെ. നമ്മളെ കണ്ടിട്ട് ഏക്കും ഇങ്ങനെ പറഞ്ഞു, അല്ല അങ്ങനെയല്ല. അതായത് തഖ്വ ഉണ്ടാവുക എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഇറങ്ങി തഖ്വ ഉണ്ടാക്കാൻ. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ ആദ്യം തഖ്വ അല്ല വേണ്ടത്, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന തഖ്വ അല്ല. ഹഖ്ഖ തുഖാതിഹി, എങ്ങനെ തഖ്വ ഉണ്ടാകണമോ അങ്ങനത്തെ തഖ്വ ആയിരിക്കണം. എങ്ങനെയാണ് തഖ്വ ഉണ്ടാവേണ്ടതെന്ന് ആര് പറഞ്ഞുതരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും. അങ്ങനത്തെ തഖ്വ ആയിരിക്കണം. അപ്പൊ മുത്തഖീങ്ങൾ പല ജാതിയുണ്ട്. തഖ്വ എന്ന് നമ്മൾ തന്നെയും ആളൊരു മുത്തഖിയ, ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല എന്നൊക്കെ നമ്മൾ പറയില്ലല്ലോ. അപ്പൊ ഒരു ഗുണത്തിനും ദോഷത്തിനും ഇല്ലാത്തവനാണ് മുത്തഖി എന്നുള്ള കാഴ്ചപ്പാട് നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത്. എങ്ങനെ തഖ്വ ഉണ്ടാകണമെന്നാണോ അള്ളാഹു കൽപ്പിച്ചത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, അത്തരത്തിലുള്ള തഖ്വ. ഇനി നിങ്ങൾ ഖുർആൻ ഓതുമ്പോ ഒക്കെ നോക്കുക. ഖുർആനിൽ മുത്തഖീൻ എന്ന് കാണും, തഖ്വ എന്ന് കാണും.
അവിടെയൊക്കെ എന്താണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറഞ്ഞത് എന്ന് ഒന്ന് വെറുതെ നോക്കിയാൽ നിങ്ങൾക്ക് തഖ്വ മനസ്സിലാവും. ഖുർആനില് ധാരാളക്കണക്കായ സ്ഥലങ്ങളിൽ തഖ്വയെ കുറിച്ച് വന്നിട്ടുണ്ട്. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞു. നിങ്ങളെ കയ്യിൽ ഖുർആൻ ആപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂറത്ത് തൗബ 107 9-ാം അധ്യായം സൂറത്ത് തൗബ 107-ാം വചനം. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل. 107-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വല്ലദീന ഇത്തഖദൂ ഉണ്ടാക്കിയവരുണ്ട് മസ്ജിദൻ ളിറാറ. മസ്ജിദൻ ളിറാറ എന്ന് പറഞ്ഞാൽ ദ്രോഹത്തിന്റെ പള്ളി. പള്ളിക്ക് പേരിടാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴേ ഖുർആനിലുള്ള പേരുണ്ടായിക്കോട്ടെ അറിയുന്നത് മസ്ജിദ് ളിറാർ എന്ന് ഇട്ടാല് എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഒരു പള്ളിക്ക് മസ്ജിദ് ളിറാർ എന്ന് പേരിട്ടതല്ല, പിന്നെ ആ പള്ളിയുടെ എന്താണോ അവിടുത്തെ ഫംഗ്ഷൻ അതിന് പേര് വന്നതാണ് ഖുർആനില്. മസ്ജിദൻ ളിറാറ, ദ്രോഹം വരുത്താനുള്ള പള്ളി ഉണ്ടാക്കിയവരുണ്ട്. മുനാഫിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വകുഫ്ര, അർത്ഥം പറയൂ. കുഫ്ർ തന്നെ നിഷേധം. വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഫിർഖത്ത് ഉണ്ടാക്കാൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ പിളർപ്പുണ്ടാക്കാൻ, ഭിന്നത ഉണ്ടാക്കാൻ. വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ, മുമ്പ് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്തവന് താവളമൊരുക്കാൻ. ഇതിനൊക്കെ വേണ്ടിയിട്ട് പള്ളി ഉണ്ടാക്കുക. എന്നിട്ടോ വല യഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ നന്മ അല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഒരു സത്യം ചെയ്ത് പറയുകയും ചെയ്യും. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, കള്ളാണ് അവർ പറയണെന്നുള്ളതിന് അല്ലാഹ് സാക്ഷി. നമ്മളെ വിഷയം അതിന്റെ മുകളിലുള്ളതാണ്. എന്താണ്? ഒരു പള്ളിയെ കുറിച്ച് പറയാണ്. ആ പള്ളി പിന്നെ പൊളിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെയാണത്. പള്ളി പൊളിച്ചാൽ പറഞ്ഞു ഇവന്മാര് വലിയ ബിരുദന്മാരാണ്. അതുപോലെ പള്ളി ഉണ്ടാക്കിയിട്ട് റസൂലിനെ ഉദ്ഘാടനത്തിന് വിളിച്ചു. റസൂലന്ന് ഇപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഒരു നീക്കത്തിന് പോവാണല്ലോ, യുദ്ധത്തിന് പോകുമ്പോഴാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല, അതൊക്കെ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു. തിരിച്ചു വരുമ്പോഴാണ് അള്ളാഹു പറയണത് ഈ ആയത്തുകൾ, ലാ തഖും ഫീഹി അബദാ, അവിടെ നീ ഒരു കാലത്തും നിൽക്കരുത് എന്ന് പറഞ്ഞാൽ നിനക്ക് നീ അവിടെ നിന്ന് നിസ്കരിക്കരുത് എന്നുള്ള കൽപ്പനയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത്? അത് വിറാറാണ്, കുഫറാണ്, തഫ്രീഖൻ ബൈനൽ മുഅ്മിനീനാണ് എന്നതുകൊണ്ടാണ്. എന്നിട്ട് തൊട്ടടുത്ത ആയത്ത്, അപ്പോഴാണ് നമ്മൾ വിഷയത്തിലേക്ക് വരിക. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, നിനക്ക് നിൽക്കാൻ നല്ലത് തഖ്വയുടെ അടിത്തറയിൽ ഉണ്ടാക്കിയ പള്ളിയാണ്. തഖ്വയുടെ അടിത്തറയിൽ ഉണ്ടാക്കിയ പള്ളിയാണ് നിനക്ക് നിസ്കരിക്കാൻ നല്ലത്. പണ്ഡിതന്മാര് പറയുന്നു, ളിറാർ എന്ന് പറയുന്നതിന്റെ വിപരീതം എന്താ? ദ്രോഹം എന്നുള്ളതിന്റെ വിപരീതം എന്താ? ഉപകാരം, മൻഫഅത്ത്, അല്ലെ? ഉപകാരം. ഒരാളെ ദ്രോഹിക്കുക എന്ന് പറയുന്നതിന് പകരം ഉപകാരം ചെയ്യുക, സഹായിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോ ദ്രോഹിക്കുന്ന പള്ളി അല്ല നിനക്ക് നിൽക്കാൻ നല്ലത് എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടത് എന്താണ്? എന്ത് പള്ളിയിലാണ് നിനക്ക് നിൽക്കാൻ നല്ലതെന്നാണ്? ഉപകാരമുള്ള പള്ളിയിലാണ് ഈ നിൽക്കേണ്ടതാണ്. പക്ഷെ അള്ളാഹു ഒരു വാക്കാടെ പറഞ്ഞു, ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ പള്ളിയിലാണ് നല്ലത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, അവിടെ ആ തഖ്വ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ളിറാറിനെതിരെ എന്നാണ്. എന്നാൽ
ദ്രോഹത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്യുന്ന എന്നാണ്. പിന്നെ തൊട്ടടുത്ത് പറയുന്നത് കുഫ്ർ എന്നാണ്. കുഫ്റിന്റെ എതിരെന്താണ്? വിശ്വാസം എന്നാണ്, അംഗീകാരം എന്നാണ്. നിഷേധം എന്നതിന്റെ വിപരീതം അംഗീകാരം എന്നാണ്. അപ്പൊ കുഫ്റിന്റെ പള്ളിയിലല്ല നിനക്ക് നിൽക്കാൻ നല്ലത്, തഖ്വയുടെ പള്ളിയിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അപ്പൊ അവിടെ തഖ്വന്റെ അർത്ഥം എന്താവും? അംഗീകാരമെന്നോ ഈമാനെന്നോ ഒക്കെയാവും. തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ പിളർപ്പുണ്ടാക്കുന്ന പള്ളിയല്ല നിനക്ക് നല്ലത്, തഖ്വയുടെ പള്ളിയാണ്. അപ്പൊ അവിടെ തഖ്വന്റെ അർത്ഥം എന്താവും? ഐക്യം എന്നാവും. നമ്മൾ പറയൂലേ ആദർശം വിട്ടിട്ടുള്ള ഐക്യം വേണ്ട. ഇസ്ലാമിന്റെ ആദർശം തന്നെയാണ് ഐക്യം. അപ്പോൾ ഐക്യം എന്ന് പറയുന്ന അർത്ഥം വരും. അപ്പൊ അവിടെ എന്തിന്? തഖ്വ. തഖ്വ എന്ന് പറയുന്നതിന് ഐക്യം എന്നർത്ഥം. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവർക്കുള്ള താവളം എന്നതിന്റെ എതിരായിട്ട് തഖ്വ എന്ന് പറയുമ്പോൾ തഖ്വയുടെ അർത്ഥം അതിന്റെ എതിരായ നിലപാട് എന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ആളെയാണ് മുത്തഖി എന്ന് പറയുന്നത്. അപ്പൊ മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ചേർന്നതാണ് മുത്തഖി. അപ്പോൾ മുത്തഖി എപ്പോഴും ഉപകാരം ചെയ്യുന്ന ആളായിരിക്കും, വിശ്വാസത്തിന്റെ ആളായിരിക്കും, ഐക്യത്തിന്റെ ആളായിരിക്കും. മനസ്സിലായോ? ഒരാളെ എന്തിന്റെ ആളാണ് വേണ്ടത് എന്ന് വെച്ചാല് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ഐക്യം എന്നത് അയാളുടെ മോട്ടോ ആയിരിക്കണം. എപ്പോഴും അയാൾ ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളായിരിക്കണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത് ഖുർആൻ നിങ്ങൾ പഠിക്കേണ്ട ഒരു രീതി എന്താന്ന് വെച്ചാൽ ഖുർആനിന്റെ ഒരു ഭാഗം വേറൊരു ഭാഗത്തെ വിശദീകരിക്കും എന്നാണ്. ഖുർആൻ തന്നെയാണ് ഖുർആന്റെ ഏറ്റവും വലിയ തഫ്സീർ. ഇവിടെ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും എന്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ തഖ്വ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 102-ാമത്തെ ആയത്ത് കുറച്ചിങ്ങനെ മുന്നോട്ട് പോയാൽ 130 ആലുംറാൻ തന്നെ ആലുംറാനിൽ 133 എത്തിയാല് അള്ളാഹു പറയുന്നുണ്ട് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ പറയാണ് ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. എന്നിട്ട് മുത്തഖീങ്ങളെ വിശദീകരിക്കുകയാണ്. അല്ലദീന, അവർ ഒരു കൂട്ടരാണ്, യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നവരാണ്, ഫിസ്സറാഇ വദ്ദറാഇ, അല്ല ക്ഷേമകാലത്തും ക്ഷാമകാലത്തും. അവർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, സാമ്പത്തികമായി അത്യാവശ്യം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവർ ചെലവഴിക്കും. മുത്തഖിയുടെ സ്വഭാവമാണ്. എനിക്ക് കൊടുക്കണം, കുറേ പൈസ ഉണ്ടായിട്ടെന്ന് കാത്തുക്കൊന്നുമില്ല, ഉള്ളതിൽ നിന്ന് കൊടുക്കുക. കഷ്ണം മുറിച്ചിട്ടെങ്കിലും കൊടുക്കും. നീ കറി വെക്കുമ്പോൾ അല്പം വെള്ളം അധികം ഒഴിച്ച് അയൽവാസി കൊടുക്കാന്ന് പറഞ്ഞില്ലേ, എന്റെ തന്നെ ഇങ്ങോട്ട് തഴഞ്ഞു എന്നിട്ടല്ലേ എന്ന് ചോദിക്കുന്ന രീതിയല്ല. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുന്ന ആളാണ് മുത്തഖി. രണ്ടാമത്തെ ലക്ഷണം എന്താണ് ഇവിടെ പറയുന്നത്? വൽകാദിമീനൽ ഗൈൽ, കോപം ഉണ്ടാവുക ചെയ്യും. കോപം ഉണ്ടാവാതിരിക്കൊന്നും വേണ്ടിയില്ല. ഒരു മനുഷ്യന് ഒരിക്കലും ദേഷ്യം പിടിക്കണില്ലെങ്കിൽ അയാളെ ഏതൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നോക്കണം. അങ്ങനെ എന്തോ ഒരു പ്രതികരണ പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാവും. ഒരു കടലാസമായി ഇരിക്കും ഒരാള്, ഇങ്ങനെ ഉണ്ടാവുക.
കോപം എന്നതൊരു മാനുഷിക വികാരവും ആരോഗ്യമുള്ള മനസ്സിന്റെ ലക്ഷണവുമാണ്. ദേഷ്യം പിടിക്കാന്ന് പറയുന്നത് നവരസങ്ങളിൽ ഒന്നാണത്. അതില്ലാണ്ട് നവ ആവൂല. അപ്പോ ദേഷ്യം പിടിക്കണം. ദേഷ്യം പിടിക്കണ്ടേ? അധികം ഒന്നും ആവാൻ പാടില്ല. അധികം മാത്രം ആവാൻ പാടുള്ളൂ. അധികം ദേഷ്യം മാത്രമല്ല, ഒന്നും അധികം ആവാൻ പാടില്ല. അമിതം അമൃത ഫിക്ഷാണ്. പക്ഷേ കോപത്തെ, മുത്തഖീങ്ങൾക്ക് കോപത്തെ വിഴുങ്ങാൻ കഴിയുന്നതാണ്. കണ്ടല്ലോ, കോപത്തെ കടിച്ചിറക്കുക. അപ്പൊ ദേഷ്യം വരുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോവാ, അതങ്ങോട്ട് പ്രകടിപ്പിക്കുക, അതങ്ങോട്ട് സംഭവമാക്കുക. ഞാൻ ഇങ്ങനെയാന്ന് പറയാനൊന്നും പാടില്ല. ദേഷ്യം വരൊക്കെ ചെയ്യും, പക്ഷെ അതിനെ എന്ത് ചെയ്യാ? വിഴുങ്ങുക. വൽ ആഫീന അനിന്നാസ്, നല്ല ഹരം തന്നെ. ജനങ്ങളോട് അഫ്വ് കാണിക്കുക, വിട്ടുകൊടുക്കുക. മർക്കട മുഷ്ടി എന്ന് കേട്ടില്ലേ? എന്താണ്? മക്കട മുഷ്ടി അല്ല, അതിനൊരു ഉണ്ട്. മർക്കട മുഷ്ടി. മർക്കട എന്ന് പറഞ്ഞാൽ കുരങ്ങാണ്. ഈ കുരങ്ങന്റെ മുഷ്ടി. അതെ. അതായത് വായ്വട്ടം കുറഞ്ഞ പാത്രത്തിന്റെ അകത്ത് എന്തോ ഒരു സാധനം കണ്ട് മൂപ്പര് അത് എടുത്തു. നമ്മളെ അതിനെന്താ പറയാ, തൂക്ക്, പാനി എന്നൊക്കെ പറയില്ലേ, കുടം. കൈയിട്ടു, സാധനം എടുത്ത് കിട്ടുന്നില്ല. പക്ഷെ മൂപ്പരിത് വിടുന്നില്ല. പിടിച്ച പിടുത്താണ്. ഇത് കുടഞ്ഞു നോക്കുന്നുണ്ട്, അടിച്ച് എന്തെല്ലോ കാട്ടുന്നുണ്ട്, ഇത് വിടുന്നില്ല. ആകെ എന്താ വേണ്ടുള്ളൂ, അതങ്ങ് വിട്ടാ കയ്യും കിട്ടും, പക്ഷെ വിടൂല. അതങ്ങോട്ട് പിടിച്ചിട്ട് ഇയാൾക്ക് എന്തോ ഉപകാരം ഉണ്ടോ? ഒരു ഉപകാരമില്ല. അത് പുറത്തെടുത്താലല്ലേ ഇതിനോടെന്താ കാര്യമുള്ളൂ. ഈ പിടിച്ചത് പൊയ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണല്ലോ വിടാത്തത്. പക്ഷെ വിടാത്തോണ്ട് ഇയാൾക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. കാരണം ഇത് പുറത്തെത്തിയാലേ അല്ലേ ഇതിനോട് ഉപകാരമുള്ളൂ. മനസ്സിലാവുന്ന നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നത് കുരങ്ങൻ ആലോചിച്ചിട്ടല്ലല്ലോ. അല്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞത് കുരങ്ങന്റെ കൈ ആലോചിച്ചിട്ടല്ല, പല ആൾക്കാരെ ആലോചിച്ചിട്ടാണ്. അതങ്ങ് വിട്ടാൽ കൈ കിട്ടും. കൈ കിട്ടിയാൽ പിന്നെ വേറെ ഉള്ളിടത്തുനിന്നെങ്കിലും എടുത്തൂടെ? എടുക്കണം എന്ന് തോന്നുന്ന സാധനം വേറെ എവിടുന്നെങ്കിലും എടുക്കണമെങ്കിൽ പോലും ആ കൈ വിടണ്ടേ? ഇത് വിടാതെ പിടിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഈ കുടവായിട്ട് നടക്കുന്ന, ഞാൻ ആരെയും പേര് പറഞ്ഞില്ല, ഇങ്ങടെ പേര് ഓരോരുത്തരെ മനസ്സിൽ കണ്ടാൽ ആ ഉത്തരവാദിയാണ്. നല്ലതേ ചിന്തിക്കാവൂ ആളുകളെ പറ്റി. ഞാൻ പറയാ, നമ്മളെങ്ങനെ ആയിരുന്നെന്ന് വിചാരിച്ചാ മതി. പലരെയും പറ്റിയ ഭയങ്കര പ്രശ്നമാണ്. അത് വലിയ പ്രശ്നമാണ്. വൽ ആഫീന അനിന്നാസ്, പലതും അങ്ങനെയാണ് കേട്ടോ. നമ്മളങ്ങ് വിട്ടാൽ തന്നെ അങ്ങ് തീരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൽ ആഫീന അനിന്നാസ്, തഖ്വയുള്ള ആളുകൾ എങ്ങനെയിരിക്കും? അവരതങ്ങ് വിട്ടുകളയും. കൊണ്ടു നടക്കണ്ടല്ലോ. ആളുകളെ കുറിച്ചുള്ള ചിന്തയാണെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ നടക്കണ്ടല്ലോ. അങ്ങനെ എന്നോട് ഇങ്ങനെ മറ്റേ അപ്പൊ അങ്ങനെ ആക്കിയപ്പോ ഫോൺ ചെയ്തപ്പോ ഇങ്ങനെ ആക്കിയപ്പോ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞ് മറ്റോ ഇങ്ങനെ ഒരാൾക്കിട്ട് വൈകുന്നേരം വരെ ഇത് കൊണ്ടു നടക്കണോ? അങ്ങ് വിട്ട് കളഞ്ഞ അതങ്ങ് പോയില്ലേ. ഈ വിട്ട് കളയുക, അതിനാണ് വിട്ടുവീഴ്ച. അതൊരു വീഴ്ചല്ല, വിട്ടുകളയല്ല. അഫ്വ് എന്ന് പറയുന്നത് മുത്തഖിയുടെ ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ നമുക്കതുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചിലവർക്ക് മനസ്സിലാവുകയില്ല. വല്ലതീന ഇതാ, അത് കുരങ്ങൻ കൊടുത്ത് കഴിയിട്ട കാര്യമല്ലേ എന്ന് മാത്രം ചിന്തിക്കുള്ളവരുണ്ടോ? അല്ലാണ്ട് നമ്മളുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് എന്തോ ബന്ധമുണ്ടോ? അത് നമ്മളെ കയ്യാപ്പോഴും അവിടെ തന്നെയാണ്, ആ പിടുത്തത്തിലാണ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. മുത്തഖീങ്ങളുടെ ഏറ്റവും വലിയ വേറൊരു സ്വഭാവം എന്താന്ന് വെച്ചാല്, എന്തെങ്കിലും തെറ്റ് അവരെടുത്ത് വന്നാൽ, തെറ്റൊക്കെ വരും,
തെറ്റുവരാത്തവൻ ആരുമില്ല. മനുഷ്യന്മാരെല്ലാവരും തെറ്റ് വരുന്നവർ. കുല്ലു ബനി ആദം ഖത്താഊൻ, തെറ്റ് സംഭവിക്കുന്നവരാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്താണ്? ഉടനെ അല്ലാഹുവിനെ ഓർമ്മിക്കുകയും ആ സംഭവിച്ചു പോയ തെറ്റുണ്ടല്ലോ അതിൽ ഉറച്ചു നിൽക്കാതെ, കേട്ടോ, വലം യുസിറു അലാ മാ ഫഅലു, ആ സംഭവിച്ചു പോയ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാതെ ഉടനെ തിരുത്തുക എന്ന സ്വഭാവമാണ് ആർക്കുണ്ടാവുക? മുത്തഖീങ്ങൾക്ക് ഉണ്ടാവുക. ഉലൈക ജസാഉഹും മഗ്ഫിറ, അവർക്കുള്ള സമ്മാനമാണ്, പ്രതിഫലമാണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആയത്ത് തുടങ്ങുന്നത്. അപ്പോ അബദ്ധങ്ങൾ സംഭവിച്ചു. ഇപ്പൊ ഇതിന്റെ മുമ്പേ ആരെങ്കിലും ഇങ്ങനെ മുറുക്കി പിടിച്ചോലുണ്ടാവും. അപ്പോ ഒലിപ്പം അതങ്ങ് വിടുക. എന്നിട്ട് ഞാൻ ഇത്രയും കാലം ഈ കുളവും കൊണ്ട് നടന്നത് അബദ്ധമായി പോയി എന്ന് വിചാരിക്കും. കേൾക്കണമെന്നും ചില്ലറ ആൾക്കാരല്ല. ഈ കേട്ട ആളുകള് അങ്ങനെ ചെയ്യുമ്പോ അത് അനുഭവിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? അത് പകർത്തും. അങ്ങനെ അത് ഇങ്ങനെ മുന്നോട്ട്, അങ്ങനെയുള്ള നന്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതിങ്ങനെ വികസിക്കുകയാണ് ചെയ്യുക. പല പ്രശ്നങ്ങളും. എൻ്റെ ഒരു ഉസ്താദ്, എൻ്റെ ഒരു നൃത്തം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്. നമ്മളെ ടി കെ അബ്ദുള്ള മൗലവി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ മുൻഭാഗത്തുള്ള പറമ്പിൽ ഒരു പശുവിൻ്റെ കയറും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. നല്ല പശുവാണ്. പശുവിൻ്റെ കയറും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. പശു ഇങ്ങനെ തിന്നുന്നുണ്ട്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ പേടിയായി. അദ്ദേഹം പ്രായമുള്ള ഒരു സമയത്ത്, അവസാന കാലത്താണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഒരു ബേജാറ്. എന്നെ കണ്ടപ്പോൾ ഞാൻ സലാം പറഞ്ഞു. അപ്പോൾ വേഗം ഈ കയറ് ഒരു കങ്ങിൻ്റെ മുകളിൽ ചൊറച്ചിട്ട് കയറിപ്പോകും. അങ്ങനെ ഇരിക്കെ കൊലയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എനിക്ക് ഒരു സംശയമുണ്ട്. എന്താ അല്ലെങ്കിൽ നേരത്തെ ഞാൻ വരുമ്പോഴേ ഇങ്ങനെ ഈ പശുവിനെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആളോ, കയറും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആളാണ്. അതങ്ങ് ഓടി ഞങ്ങൾ എന്താക്കുമെന്ന് ചോദിച്ചു. അത് ഞാനങ്ങ് ഇട്ടോടുന്നാണ്. പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ചിന്തിക്കണത് എന്താണ്? അത് ഓടുമ്പോ ആ കയറും പിടിച്ചിട്ട് ഇദ്ദേഹം അല്ലെങ്കിൽ തന്നെ മുട്ടുകാലിന് വയ്യ, ആകെ പ്രായമുള്ള അവസ്ഥയാണ്. ഇതും പിടിച്ച് ഓടിയാൽ ആ പറമ്പ് നിറച്ചും ഈ പശു ടീക്കനെയും കൊണ്ട് ഓടുമ്പോ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്തെന്ന് ആലോചിച്ചിട്ട് എൻ്റെ ബേജാറ്. ടീക്ക വളരെ കൂളായിട്ട് പറഞ്ഞു. അതിങ്ങോട്ട് കുടഞ്ഞ് പോവാൻ തീരുമാനിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? കാരണം പിടിച്ചിട്ടെന്തോ കാര്യമുണ്ടോ? പിടിച്ചാൽ എന്താ സംഭവിക്കുക? പിടിച്ചാൾ പോകും. അപ്പൊ ഏറ്റവും നല്ല എന്താ? അങ്ങ് വിട്ടെടുത്താൽ അങ്ങ് പോയിക്കോളും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒരു പശുവിന്റെ കാര്യത്തിൽ മാത്രമുള്ള നിലപാടല്ല. ഈ ജാതി ഈ ഇത് കാണിക്കുന്ന, മോട്ട് കാണിക്കുന്ന ആളുകളോട് നല്ല ഒരു സമീപനം എന്താന്ന് വെച്ചാൽ അപ്പൊ അവരും പോയിക്കോളും. കുറ്റാടി മരിച്ചുപോയി. അല്ലാഹു റഹ്മ. ആ ആ ഓക്കെ. അപ്പോ റബ്ബ് ഒരു ഇതിഹാസമാണ്, ഒരു പ്രതിഭാസമാണ്, ഒരു ആഭാസമാണ് എന്ന് പറയുന്ന അത് മുമ്പത്തെ വരവിനെ പറ്റി. ശരി. അപ്പോ പിന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് പറയുമ്പോ ഈ തഖ്വയൊക്കെ നമ്മളെ മനസ്സിൽ വരണം. അല്ലാതെ നമ്മള് പിന്നെ നമ്മൾ പരമ്പരാഗതമായി ആലോചിച്ചു വെച്ച നമ്മളെ മനസ്സിൽ പണ്ടേ എന്താ പറയാ ഉറച്ചു പോയിട്ടുള്ള വേഷഭൂഷാദികളിലെയും മന്ത്രോച്ചാരണത്തിലെയും പരിമിതമാകുന്ന ഒരു തഖ്വ മതിയാവുകയില്ല. അതല്ല ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ പല സന്ദർഭത്തിലും ഈ തഖ്വയെ കുറിച്ച് പറയുന്നു. വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സി ഷൈഅ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആഖിറത്തിൽ നമ്മുടെ വിചാരണയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഖുർആനിൽ. അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത്
ഫതസബ്ബദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങൾ പാഥേയമൊരുക്കണം. ഹജ്ജിന് പോകുമ്പോൾ അതിന് പോകുന്ന എല്ലാവരും പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിന് ഒരു സാധനം നിർബന്ധമായിട്ടും കൊണ്ടുപോയിന് ഒരു സാധനം ഉണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടോ? തിന്നാൻ കൊണ്ടോണേ അവല്. കണ്ടാ വിചാരിക്കൂ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ മാതിരി അൽ ഹജ്ജു അവിൽ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ? കാരണം അവലില്ലാത്തൊരു പരിപാടി അവല് ഇപ്പോഴും ഉണ്ട്. അവല് കിട്ടും, മോശമൊന്നുമല്ല, അവല് നല്ലതാണ്. അവലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൂട്ടാനില്ലാണ്ട് തിന്നാന്നില്ല. അതാണ് അവലിന്റെ പ്രത്യേകത. കറി ഒഴിക്കാതെ അതുകൊണ്ടു ഇതൊന്ന് നനച്ചാൽ. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകും. ഈ പ്രാവശ്യം എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഹജ്ജിന് കൊണ്ടുപോകാൻ തന്ന ലിസ്റ്റിന്റെ അകത്ത് എല്ലാം മനസ്സിലായി, ഈ തൈമംപൊടി എന്താന്ന് വെച്ചു. തൈമംപൊടി മനസ്സിലായില്ല. തൈമംപൊടി എന്താ? തൈമംപൊടി എന്താന്ന് ഓൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എന്നോട് വന്ന് ചോദിച്ചത്. അതായത് തൈമം ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ പൊടി കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ പാക്കറ്റ് തന്നെ ഇറങ്ങണമല്ലോ. എല്ലാം ഇറങ്ങുകയാണല്ലോ. അള്ളാഹു പറയാണ്, നിങ്ങൾ ഒരുങ്ങിക്കോളൂ. ഹജ്ജിന് പോകുമ്പോൾ ഒരുങ്ങണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കരുത്. അവനാന്റെ കാര്യങ്ങളൊക്കെ അവനാന്റെ അടുത്ത് തന്നെ വേണം. അങ്ങനെ ഉണ്ടല്ലോ. അടുത്തപ്പുറത്തുള്ളവനൊക്കെ ഹജ്ജിന് പോകുമ്പോഴും ആ ബ്രഷ് പേസ്റ്റും തരും, സോപ്പും തരും. എങ്ങനെ ചോദിച്ചിട്ട് ബാക്കിയുള്ളവരെ ബാക്കി. അതേ സമയത്ത് നിങ്ങളുടെ ഏറ്റവും നല്ല സാദ് തഖ്വയാണ്. അപ്പോൾ തഖ്വ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവില്ല, ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഈ തഖ്വ ഇല്ലാതെയാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാളടുത്ത് വേറെ എന്താ വരുമ്പോൾ ഉണ്ടായിട്ടും കാര്യം. നല്ലോണം തഖ്വ ഉണ്ടെങ്കിൽ എന്തില്ലാതിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഹജ്ജിന് മാത്രമല്ല, കല്യാണം നടത്തി പെണ്ണിനെ കൊണ്ടുവരുമ്പോ തഖ്വ ഉള്ളവളാണെങ്കിൽ ആ പുരയില് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും തഖ്വ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഒക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. പിന്നീട് ഖുറാനില് പലിശയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തഖ്വയെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅ്കുലു റിബ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സുബറിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്. നീതിയെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്. ഒക്കെ തഖ്വയെ കുറിച്ച് എത്രയോ സ്ഥലങ്ങളിൽ. സൂറത്ത് ശുഅറായിൽ 108, 110, 126 131 ആവർത്തിച്ച് പറയാണ്, ഫത്തഖുല്ലാഹ വഅതിഊൻ, അള്ളാഹുവിനോട് തഖ്വ കാണിക്കുക, എന്നെ അനുസരിക്കുക എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മുഅ്മിനീങ്ങളോട് മാത്രമല്ലാതെ മൊത്തം മനുഷ്യന്മാരോടും പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. സൂറത്തുൻ നിസാഇന്റെ ആദ്യത്തെ ആയത്ത്. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ എന്താക്കണം? ഐക്യമുണ്ടാക്കണം. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, തഖ്വ കാണിക്കണം എന്ന് പറയുന്നത് കാണാം. ഇനി ഇത് കേട്ട് ബേജാറായിട്ട്, തഖ്വ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ, ബേജാറൊന്നും ആവണ്ട നിങ്ങൾ. ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതിഉ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്ക് സാധ്യമായ രീതിയിൽ. നിങ്ങൾക്ക് കഴിയാത്തത് അള്ളാഹു എന്താക്കൂല, ഏൽപ്പിക്കും.
സാധ്യമായ രീതിയിൽ എന്നാണ് പറയുന്നത്. ഇനി ഹദീസുകളിലും നിറയെ വന്നിട്ടുണ്ട് തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് തഖ്വ എന്ന് ചോദിച്ചാൽ അതിന്റെ വിശദീകരണമായിട്ട് ഹലാലായതുപോലും ഹറാമാകുമോ എന്ന് കരുതി ഉപേക്ഷിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ നമുക്കാർക്കും അധികാരമില്ല. അതേസമയത്ത് ഒരു സാധനം എനിക്ക് ഹലാലാണോ എനിക്ക് ഹറാമാണോ എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? പുരേന്ന് ഇറങ്ങുമ്പോ ഇടയിലൊരു തേങ്ങ എന്റെ തെങ്ങുമെന്ന് അയക്കും, എടുക്കാൻ നോക്കുമ്പോ അല്ല അത്തെങ്ങുമെന്നാണെങ്കിലോ, എന്നാൽ ആ പറമ്പിലേക്ക് ഇട്ട് കൊടുക്കണതിന്റെ പേരാണ് തഖ്വ. എത്രയോ തേങ്ങ കൊയിലേറ്റക്കാരൻ വരാത്തതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി വീഴുക. കൊയിലേറ്റക്കാരൻ എന്നറിയല്ലോ അപ്പൊ അപ്പൊ എന്റേത് കുറെ വീണിണ്ടാവും, അതൊക്കെ ഓന്നല്ലേ എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇതിന്റെ പറമ്പ് കിടക്കട്ടെ എന്ന് വിചാരിക്കണോന്റെ പേരല്ല മുത്തഖി. അതൊരു തേങ്ങന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ കഴിയും, അത് ഒരു ലോഡ് തേങ്ങന്റെ കാര്യത്തിലാവുമ്പോഴും അതേ മനസ്സ് സൂക്ഷിക്കുന്നവരാണ് മുത്തഖി. ചില ആള് 10 ഉറുപ്പ്യൊക്കെ വേഗം പറഞ്ഞു കൊടുക്കൂ, ഓ നിങ്ങൾ അക്കടപാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കൂ. പറമ്പ് ഒരുക്കുന്നിടത്ത് അത് കാണിക്കുന്നില്ലെങ്കിൽ അവിടെ തഖ്വ ഉണ്ടാവും. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ വസ്ത്രം അല്പം കയറ്റിപ്പിടിച്ചു പോകാറില്ലേ? ആ കല്ലും മുള്ളും ആവാതിരിക്കാൻ. അതാണ് തഖ്വ. ആ തഖ്വ ഹാഹുന. ഖതീബ് ഇങ്ങനെ പറയും മിമ്പറിന് മുകളിൽ, നബി ഇങ്ങനെ പറഞ്ഞു, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. അതൊരു ഹദീസിന്റെ ഒരു നടുക്കുള്ള ഒരു ചെറിയ കഷണമാണ്, ദീർഘമായ ഒരു ഹദീസാണത്. അത്തഖ്വ ഹാവന എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പേ അതേ ഹദീസിൽ തന്നെ പറയണത് എന്താണെന്നറിയോ? അൽ മുസ്ലിം അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവൻ ആക്ഷേപിക്കരുത്, പരിഹസിക്കരുത്, ദ്രോഹിക്കരുത്, കളിയാക്കരുത്. അത്തഖ്വ ഹാഹുന. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷവും പറഞ്ഞ എന്താ അറിയോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ നിസ്സാരനായി കാണുന്നുവെങ്കിൽ അതുതന്നെ മതി പാപിയാകുവാൻ. അത്തഖ്വ ഹാഹുന. നമ്മളതിനെ നടക്കുന്ന എടുത്തിട്ട് അത്തഖ്വ ഹാഹുനാണ്. അപ്പൊ യഥാർത്ഥത്തില് എല്ലാ ഉദുബരും അങ്ങനെ വിശദീകരിക്കണം എന്നല്ല ഞാൻ പറയണത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തെയും സ്നേഹത്തെയും ബന്ധത്തെയും കുറിച്ച് പറയുന്നിടത്താണ് ഇവിടെയാണ് തഖ്വ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവൻ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനത്തെ അവൻ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ